ഹായ്, ഇവിടുത്തെ മാർക്കറ്റ് കാണിച്ചു കേട്ടോ, നയ റായ്പൂരിലെ. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ഇതായത് മാർക്കറ്റിലേക്കുള്ള റോഡാണ്. മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ താമസിക്കുന്നതിന് അധികം ദൂരമൊന്നുമില്ല. ഇവിടെ ഇന്ന് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ചന്ത ഉണ്ടാകുക. എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം, എന്തെന്നാ വേണ്ട, ഡ്രസ്സ്, ഫാൻസി ഐറ്റംസ്, അങ്ങനെ എല്ലാം കിട്ടും. നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ വന്ന് നോക്കിയിട്ടും തിരക്കിനൊരു കുറവുമില്ല. നല്ലോണം ആളുണ്ട്. ഇത് പന്നി ഇറച്ചിയാണ്. ഇവിടെ മെയിനായിട്ട് പന്നിയാണ്. പിന്നെ നമ്മളെ നാട്ടിലുള്ള മീനൊന്നും കിട്ടൂല ഇവിടെ എന്നാ എന്തോ എനക്ക് ശരിക്കും പേരറിഞ്ഞൂടാ. അയിലയും മത്തിയെല്ലാം അപൂർവമായിട്ട് കിട്ടും. ഇവിടുന്ന് മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ മുറിച്ച് ക്ലീൻ ആക്കിയിട്ട് തരും. വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകേണ്ട ഒരു ഇതേ ഉള്ളൂ. നല്ല ഫ്രഷ് മീനായിരിക്കുമല്ലോ. ഒരുപാട് മീനുണ്ട്. നല്ല തിരക്കുണ്ട്. മീൻ വാങ്ങാൻ ഇഷ്ടം പോലെ ആളുണ്ട്. പച്ചക്കറിയിൽ ഇത് പിന്നെ ഉണക്ക് മീൻ കേട്ടോ. ഇത് ചെമ്മീനാണ് ഫസ്റ്റ് കാണുന്നത്. മറ്റുള്ള മീൻ ഏതാണെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല. ഫുള്ളൊരു കറുപ്പ് കളറാണ്. നമ്മളെ നാട്ടിൽ ഇവിടെ സ്രാവോ അങ്ങനത്തെ ഒന്നും കിട്ടുന്നൊന്നുമില്ല ഇവിടെ. കാണാത്ത മീന. പിന്നെ ഡ്രസ്സും എല്ലാം ഇവരിങ്ങനെ നിലത്തിട്ടിട്ടാണ് വെക്കുന്നത്. വാങ്ങാൻ ഇഷ്ടം പോലെ സാധനം. പലചരക്ക് സാധനങ്ങളെല്ലാം ഒരു ബോക്സിൻ്റെ മുകളിൽ വെച്ച് ചാക്കിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഇന്ന് ഇവിടെ വെച്ചാൽ വില കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ. ഇവർ ഓറഞ്ച് നിറത്തിലുള്ള സിന്ദൂര ഇടുന്നത്. നമ്മളെ നാട്ടിലെ ചോപ്പോ അല്ലെങ്കിൽ ഓറഞ്ച് നമ്മളെ നാട്ടിൽ അങ്ങനെ ഇടൂലല്ലോ ആരും. ഡ്രസ്സെല്ലാം നല്ല അടിപൊളി ഡ്രസ്സാണ്. പക്ഷെ കോട്ടണില്ല ഇടൂല തോന്നേ, അറിയില്ല. ഇവിടെ ഫുള്ള് കോട്ടൺ അങ്ങനെ കാണുന്നില്ല. ഒരു പോളിസ്റ്റർ മോഡൽ എല്ലാ ഡ്രസ്സും ഉള്ള ബനിയൻ ക്ലോത്തിലെല്ലാം വരുന്നത്. ചെരുപ്പ്, ഫാൻസി ഐറ്റം എല്ലാം ഉണ്ട് ഇവിടെ. എനിക്ക് ആ ടോപ്പ് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ആൻ്റെ അടുത്ത് തന്നെ തിരിഞ്ഞ് കളിക്കുന്നത്. ഇത് ഇവർ അന്നേരം ഉണ്ടാക്കിയിട്ട് അന്നേരം കൊടുക്കുന്ന സാധനം. നല്ല ചൂടുള്ള സാധനം. ഞാൻ ഇതിന് ഉഴുന്ന വട വാങ്ങിയിട്ടുണ്ട്, ഉള്ളി വടയും വാങ്ങി. നല്ല ചൂടുവട ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ജിലേബി എന്നാ രസഗുളയാ അങ്ങനെ തോന്നി പറയല്ലേ. എല്ലാം നല്ല അന്നേരം തന്നെ ഉണ്ടാക്കി വെക്കുന്നതാ. ഫ്രൂട്ട്സ്, പഴം ഇങ്ങനെ ഇവർ തൂക്കിയിട്ടൊന്നല്ല കൊടുക്കും. നമ്മളെ നാട്ടിലുള്ള 500, 1 കിലോ 2 കിലോ എന്നുള്ള പട്ടല്ലേ നമ്മൾ വാങ്ങാം. ഇവർ ഈ ഒരു പടല അങ്ങനെ തന്നെ കൊടുക്കുക ചെയ്യും. മൊത്തം ബേക്കറി ഐറ്റംസ്. ഒരുപാട് ഇലക്കറികളുണ്ട്. ഇല എന്തിൻ്റെ ഇലയാണെന്ന് അറിയാം. ചീര എനക്കറിയാം. അതിൽ ബാക്കി എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പച്ചക്കറിക്കെല്ലാം നല്ല റേറ്റ് കുറവായിരുന്നു. വ്യാഴാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുമുണ്ട്. ഇനി നമ്മൾ പോകുന്ന സമയം 5 മണിയായിട്ടേ ഉള്ളൂ. പിന്നെ രാത്രിയെല്ലാം ഫുള്ള് നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമുണ്ടല്ലോ, അത്രയും തിരക്കായിരിക്കും. എല്ലാവരുടെ അടുത്തൊന്നും ഗൂഗിൾ പേ ഉണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഗൂഗിൾ പേ അല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരുടെ അടുത്തൊന്നുമില്ല. പൈസ കൊണ്ട് തന്നെ പോകണം. ഫ്രൂട്ട്സിനെല്ലാം നല്ല റേറ്റ് കുറവ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതും ഇവിടുത്തതും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ലേ, മഴക്കാറുണ്ട്. അതുകൊണ്ടതൊന്ന് ശരിക്കും ക്ലിയർ ആവുന്നില്ല. ഇത് ചക്ക. ചക്ക നമ്മളെ നാട്ടിലെല്ലാം നമ്മൾ
ഇങ്ങനെ വെക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലേ? അത് ഇങ്ങനെ ഇതാക്കിയിട്ട് മുറിച്ചിട്ട് കഷ്ണാക്കിയിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതും തൂക്കിയിട്ട്. നല്ല ചക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. തക്കാളിക്ക് കിലോന് 25 രൂപ അങ്ങനെ എങ്ങനെ തോന്നേ. ഉള്ളിക്കെല്ലാം വില കുറവ്, ഉള്ളിക്ക് 28 അങ്ങനെ എങ്ങനെയാന്ന്. ഫാൻസി ഐറ്റം. ഈ മിക്സ്ചറൊന്നും ടേസ്റ്റ് കുറവ്, നമ്മളെ നാട്ടിൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. കാണാൻ നാട്ടിലെ പോലെ തന്നെ ഉണ്ട്, പക്ഷെ കഴിക്കുമ്പോൾ നമ്മളെ നാട്ടിലെ പോലെ ഒന്നുമല്ലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.